റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ട ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള 4 മണി പലഹാരമാണിത്. അതിനായിട്ട് നമുക്കൊരു കാൽഭാഗം ആട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് വെള്ളത്തിൽ ഉപ്പ് കലക്കി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമുക്കൊരു തേങ്ങ ചിരകി വെച്ചിട്ട് ആ ചിരകിയ തേങ്ങയ്ക്കകത്തോട്ട് 5-6 കഷ്ണം ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ട് അരിച്ചൊഴിക്കുക. കാരണം ശർക്കരയിലെ മണ്ണോ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമുക്ക് അത് പരത്തിയെടുക്കുന്നതിനായിട്ട് ഇലയാണ് ആവശ്യം. അത് വാഴയിലയോ വട്ടയിലയോ കഴുകിയെടുത്ത് അതിനകത്തോട്ട് പരത്തിയെടുക്കുക. ഈ പരത്തിയെടുത്ത മാവ് പരത്തിയെടുത്തതിനകത്തോട്ട് നമുക്ക് ഈ ശർക്കരയും തേങ്ങയും കൂടെ ഉള്ള ഫില്ലിങ് ഒന്ന് ആവശ്യത്തിന് മധുരം കൂടുതൽ വേണ്ടവർ കൂടുതലും കുറച്ച് വേണ്ടവർ അതിനനുസരിച്ച് നമുക്കത് നോക്കിയിട്ട് പരത്തിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. ഇതിന് ശേഷം ഇതെല്ലാം ഫില്ല് ചെയ്യാൻ പരത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് 5-6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തട്ട് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ ആ നേരം കൊണ്ട് വെക്കുകയും ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ പരത്തൽ കഴിയുകയും ചെയ്യും. എല്ലാം കൂടെ പറക്കി വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു രീതിയിലും കൂടെ ഈ അട ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മുടെ പത്തിരി ചട്ടി എന്നൊക്കെ പറയും. ഈ മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് എടുത്തിട്ട് ചുട്ടെടുക്കാൻ പറ്റും. ഇതിൽ 2 രീതിയിൽ ചുടുന്നതിനകത്ത് എനിക്കിഷ്ടം കൂടുതൽ പുഴുങ്ങിയതിനേക്കാളും ഇഷ്ടം ഈ മൺചട്ടിക്കകത്ത് ഇട്ടിട്ട് ചുട്ടെടുക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. പുഴുങ്ങിയതിന് വേറൊരു ടേസ്റ്റാണ്. പുഴുങ്ങിയത് എനിക്കിഷ്ടമൊക്കെ തന്നെ. പക്ഷേ അതിനേക്കാളും കൂടുതലും ഇഷ്ടം മറ്റേ മൺചട്ടിക്കകത്ത് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ 2 രീതിയിലും ചുട്ടെടുക്കുന്നത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ളതാണ്. കാരണം ഇങ്ങനെ ആട്ടമാവ് ഉപയോഗിച്ച് ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആട്ടമാവ് കൊണ്ട് പലഹാരങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനകത്ത് പുഴുങ്ങിയതാണോ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. പിന്നെ നമുക്ക് വളരെ റിസ്ക് ഇല്ലല്ലോ. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ ഈ ആട്ടമാവ് കിട്ടുന്ന സമയത്ത് എല്ലാവർക്കും ഇപ്പോൾ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കി തിന്നാനും അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടോണമെന്നും ഇല്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.